അന്ന് ഞാൻ ഉദയഫ് ഖാൻ്റെ അടുത്തും അസ്ലം ഖാൻ്റെ അടുത്തൊക്കെ ചോദിച്ചത് നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവില്ലേ എന്നുള്ളതാണ്. അപ്പം അന്നവർ പൂർണ്ണമായിട്ടും നീ ധൈര്യമായിട്ട് മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പിന്നിലുണ്ട് എന്നുള്ള രീതിയിലേക്ക് അതാണ് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ്, കോഡ് ക്യൂബ്സ് ആൻഡ് CDA 7th ഇയർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇപ്പോഴുള്ളൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു ഗ്രോത്ത് പിന്നെ ബേസ് ചെയ്ത് നോക്കുമ്പം ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഒരു ഇറ്റ്സ് എ ബിഗ് ജേർണി. ആക്ച്വലി ഞാനിവിടെ കാലിക്കറ്റ് ഡിജിറ്റൽ അക്കാഡമി എന്നുള്ള നെയിമിലായിരുന്നു ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ ആ പേരിൽ നിന്നും ഇവോൾവായി CDA ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ CDA അക്കാഡമി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മാറ്റത്തിനോടൊപ്പം എനിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ ഒരു SEO ഗൂഗിൾ ആഡ്സ് ട്രെയിനറായിട്ട് വന്ന ആളായിരുന്നു. അവിടെ നിന്നും ഐ സ്റ്റിൽ റിമെമ്പർ നമ്മളെ 4th ആനിവേഴ്സറി ഫോർട്ടിറ്റ്യൂഡ് നടക്കുന്ന ടൈമിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, സെൻറ്റർ ഹെഡ് എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അന്ന് ഞാൻ ഉദയഫ് ഖാൻ്റെ അടുത്തും അസ്ലം ഖാൻ്റെ അടുത്തൊക്കെ ചോദിച്ചത് നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവില്ലേ എന്നുള്ളതാണ്. അപ്പം അന്നവർ പൂർണ്ണമായിട്ടും നീ ധൈര്യമായിട്ട് മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പിന്നിലുണ്ട് എന്നുള്ള രീതിയിലേക്ക് അതാണ് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കൊച്ചി ലൊക്കാലിറ്റിയിൽ കൊച്ചി അക്കാഡമി കൂടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അന്നും ഞാൻ അതേ സെയിം ചോദ്യം തന്നെയാണ് ചോദിച്ചത്, നിങ്ങൾ എൻ്റെ പിന്നിലുണ്ടാവില്ലേ എന്നുള്ളത്. അന്നും അവർ അതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ധൈര്യമായിട്ട് മുന്നിൽ നിന്നും ഞങ്ങൾ പിന്നിലുണ്ട് എന്നുള്ളത്. ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ ഞാൻ അതും കൂടെ ഹാൻഡിൽ ചെയ്തത്. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഗ്രോത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂക്ക് വന്നപ്പോൾ തന്നെ ഉദയഫ് ഖാൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് പേഴ്സണൽ ഗ്രോത്താണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഉദയഫ് ഖാൻ്റെ അടുത്ത് പറഞ്ഞത്. ഉദയഫ് പറഞ്ഞത് പേഴ്സണൽ ഗ്രോത്താണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പേസാണ് ഇത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം ആലോചിച്ച് നോക്കുമ്പം ശരിക്കത് അപ്ലിക്കബിളായിട്ട് നമുക്ക് ഇവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ബോത്ത് സെൻറ്റേഴ്സ് ഹെഡ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് പിന്നീട് നമ്മളൊരു എക്സ്പാൻഷൻ പരിപാടികളൊക്കെ ആയിട്ട് ഓരോ സെൻറ്റേഴ്സിലേക്കും ഡിഫറെൻറ്റ് സെൻറ്റർ ഹെഡ്സിന് എടുത്തു. അപ്പോൾ ആ ടൈമിൽ തന്നെ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്കൊരു മറ്റൊരു ഓപ്പർച്യൂണിറ്റി വന്നു, വൈ ഡോണ്ട് യു ബിക്കം എ പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്ക്. അന്നും ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞ വേറൊരു ഇതുണ്ട്, അവരന്ന് സെയിം റെപ്യൂട്ടേഷൻ അല്ല പറഞ്ഞത്, നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്നുള്ളതല്ല പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് എന്നാണ് പറഞ്ഞത്. അപ്പം ദാറ്റ്സ് ഗ്രോത്ത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനാവാത്ത രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് യെറ്റ് ടു ക്രിയേറ്റ് സോ മെനി മാജിക്സ്. ഇനിയും കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും ഈ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പം കുറേ അധികം പരിപാടികളുമായിട്ട് അല്ലെങ്കിൽ പ്ലാൻസ് ആൻഡ് പ്രോസസ്സുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്.